സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗൗതത്തിനെ ജെഡിയുടെ കൂട്ടരെ പിടികൂടിയിട്ടുണ്ടായാലോ. ഈ സമയം ഗൗതമാണെങ്കിൽ അലറി വിളിക്കണേ, ആരാടെ നീയൊക്കെ, എന്തിനാണ് എന്നെ നിങ്ങൾ തട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്? ദേ നിന്നെയൊക്കെ എൻ്റെ നേർക്ക് നേരെ കണ്ടാലുണ്ടല്ലോ, പിന്നെ ഒറ്റെണ്ണത്തിനെ വിട്ടുകളയില്ല ഞാൻ. നിന്നെയൊന്നും ജീവനോടെ തന്നെ വെച്ചേക്കില്ല. ഈ വിവരം എൻ്റെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ സൂക്ഷിച്ചോ. അങ്ങനെ ഗൗതത്തിൻ്റെ വെല്ലുവിളിയൊക്കെ കേൾക്കുന്നതും ഗൗതത്തിൻ്റെ തലയിൽ മൂടിയിരിക്കുന്ന തുണിയെടുത്ത് മാറ്റുവാണ് കേട്ടോ കുട്ടേട്ടൻ. എന്നിട്ട് പറയണേ, എന്താടാ നീ ഞങ്ങൾ എന്താടാ ചെയ്യാൻ പോകുന്നത്? കണ്ടില്ലടാ ഇപ്പം നീ ഞങ്ങൾ ആരാണെന്ന്. നീ ചെയ്യാൻ പറ്റുന്ന ചെയ്യടാ. ഈ സമയം ആ കൂട്ടത്തിലെ അഖിലിനെ കാണുന്നതും ഗൗതം പറയണേ, ഡാ നീയല്ലേടാ ഇന്ന് ഓഫീസിൽ വന്നത്? നിന്നെ ഒന്ന് കണ്ടപ്പോഴേ തോന്നിയതാ ഞങ്ങൾക്കൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. എന്തിനാടാ എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്? ദേ എൻ്റെ അച്ഛനെങ്ങാനോ അറിഞ്ഞാലുണ്ടല്ലോ, പിന്നെ നിങ്ങൾ ഒറ്റ ഒരെണ്ണത്തിന് പോലും അച്ഛൻ ജീവനോടെ വെച്ചേക്കില്ല. ഈ സമയം അത് കേട്ട് അങ്ങോട്ടേക്ക് വരുമായിരിക്കും ദുർഗയും കിരണമൊക്കെ. ഓ അത്രയ്ക്ക് വലിയ ആളാണ് നിൻ്റെ അച്ഛൻ, എന്നാൽ ഞങ്ങൾക്കൊന്ന് കാണണമല്ലോ. അതെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം. അത് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛനെ ഇട്ട് കൊടുത്തേക്കാം. പറ, നീയും നിൻ്റെ അച്ഛനൊക്കെ കൂടി ശ്യാമ മേഡത്തിനെയും അവരുടെ കൂടെ ഉണ്ടായിരുന്ന അമൃതേനെയും എന്താ ചെയ്തത്? അവരിപ്പോൾ എങ്ങോട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്? അന്നേരം ദുർഗയും ചോദിക്കുന്നുണ്ട്. സത്യം പറഞ്ഞോണം, ഒന്നും മറച്ചു വെക്കാമെന്ന് വിചാരിക്കണ്ട. ശ്യാമ മേഡത്തിനെയും അമൃതേനെയും നീയൊക്കെ കൂടി എങ്ങോട്ടാണ് കൊണ്ടുപോയത്? എവിടെ ഒളിപ്പിച്ചു വെച്ചത്? എങ്ങനെയാ ശ്യാമ മേഡത്തിന് ജീവനെടുത്തത്? അതെ ഈ ചോദ്യമൊന്നും എന്നോടല്ല ചോദിക്കേണ്ടത്. എന്നോട് ചോദിച്ചിട്ടേ നിനക്കൊക്കെ ഒന്നും കിട്ടാനും പോകുന്നില്ല എന്നും പറഞ്ഞ് അഹങ്കാരത്തോടെ സംസാരിക്കുവാണ്ടോ ഗൗതം. നിന്നെ കാണിച്ചു തരാടാ എന്നും പറഞ്ഞ് കിരണാണെങ്കിൽ ഗൗതത്തിനോട്ട് ഒറ്റ ചവിട്ട് വെച്ച് കൊടുക്കുവാണ്. എന്നിട്ട് ദുർഗ പറയണേ, അതെ ഇവനെന്താണെങ്കിലും നേരെ ചോദിച്ചാൽ സത്യമൊന്നും പറയാൻ പോകുന്നില്ല. അപ്പം നമ്മുടെ മുറ തന്നെയാണ് നല്ലത്. ഇവനെ നല്ല പോലെ അങ്ങ് പെരുമാറിയേക്കും. ജീവൻ എടുക്കണ്ട, നല്ല പോലെ പെരുമാറി ഇവൻ്റെ ഈ അഹങ്കാരമൊക്കെ ഒന്ന് കുറക്ക്. അതിനുശേഷം നമ്മളോട് ഇവൻ പതിയെ സഹകരിച്ചോളും. അങ്ങനെ പറഞ്ഞ് ദുർഗയും കിരണും പുറത്തേക്ക് ഇറങ്ങുവാണ്. പിന്നീട് അക്ഷര പോലീസ് സ്റ്റേഷനിൽ നിന്നും CCTV ദൃശ്യങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ടുണ്ടാകും. ആ ദൃശ്യങ്ങൾ ദുർഗക്കും കിരണും കാണിച്ചു കൊടുക്കണം. അങ്ങനെ ആ ദൃശ്യങ്ങളെല്ലാം സൂക്ഷ്മമായിട്ട് നോക്കുവാണ്ട് അവരെല്ലാവരും ചേർന്ന്. എന്നിട്ട് ആ ദൃശ്യങ്ങളിലുള്ള ഫോട്ടോയിലുള്ള ഗുണ്ടകളെ ഉണ്ടല്ലോ, അവരെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എത്രയും പെട്ടെന്ന് കളക്ട് ചെയ്യണമെന്ന് പറയുക. ഈ സമയം അക്ഷര പറയുന്നുണ്ട്, പോലീസുകാർ ഈ ക്ലിപ്പ് കിട്ടിയ അന്ന് മുതൽ ഈ ഗുണ്ടകളുടെ പിന്നാലെയാ, ഇതുവരെ അവർക്ക് കണ്ടെത്താൻ പറ്റിയില്ല. അന്നേരം ദുർഗ പറയുന്നുണ്ട്, അവർക്ക് കണ്ടെത്താൻ പറ്റാത്തതിന് പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ നോർമലിയുള്ള കാരണങ്ങളാകാം, അല്ലെങ്കിൽ മനഃപൂർവ്വം ഏതെങ്കിലും ഉദ്യോഗസ്ഥർ അവർക്ക് സഹായം ചെയ്ത് കൊടുക്കുന്നതുമാകാം. അത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. പക്ഷേ നമ്മൾ അന്വേഷിക്കുമ്പോൾ അങ്ങനെയല്ലല്ലോ. നമ്മൾക്ക് ഒരു പരിമിതികളുമില്ല, ഒരു തടസ്സങ്ങളുമില്ല. അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഇവരെ കണ്ടെത്തിയിരിക്കണം. ഇവരിലൂടെ നമുക്ക് വേണം ശ്യാമയിലേക്ക്, ഗായിക ശ്യാമയുടെ മരണത്തിന് പിന്നിലുള്ള ദുരൂഹതയിലേക്കൊക്കെ എത്താനായിട്ട്. ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ഇവരെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ നടത്തിക്കൊള്ളാം എന്ന് GDയോട് പറയുവാണ്ടോ അവർ. പിന്നീട് ദുർഗ അങ്ങോട്ടേക്ക് മാറി നിന്ന് ആലോചിക്കുക. ഈ സമയം കിരണും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്തു പറ്റി ദുർഗ, എന്താ ആലോചിക്കുന്നത്? കിരൺ, എന്താണെങ്കിലും ഒരു കാര്യം ഉറപ്പാ, ഗായിക ശ്യാമയുടെ തിരോധനത്തിന് പിന്നിലുള്ള വ്യാപ്തി അത് വളരെ ആഴത്തിലുള്ള തന്നെയുള്ളതാണ്. എത്ര ആഴത്തിലുള്ളതാണെങ്കിലും നമ്മളത് കുഴിച്ച് മാന്തി പുറത്ത് കൊണ്ടുവന്നിരിക്കും. പിന്നീട് കാണിക്കുന്നത് ഗൗതത്തിൻ്റെ ഫോണിലേക്ക് പലതവണ വിളിച്ചിട്ടും ഗൗതത്തിനെ കിട്ടാതെ ആകെ ഭ്രാന്തെടുത്ത് നിൽക്കുന്ന ചന്ദ്രശേഖരനെയാണ്. അങ്ങനെ ചന്ദ്രശേഖരൻ ബെഞ്ചമിനോട് സംസാരിക്കുമായിരിക്കും. ഗൗതത്തിനെ ഞാൻ കുറേ തവണ വിളിച്ചു, ഇതുവരെ അവനെ ഫോണിൽ കിട്ടിയിട്ടില്ല. എനിക്കെന്തോ ഒരു സംശയമുണ്ട്, അവനെ ആരോ കടത്തിക്കൊണ്ട് പോകാനാണ് സാധ്യത. ഇന്നാണെങ്കിൽ ഓഫീസിൽ 2 പേര് വന്നു എന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ ശ്യാമയെക്കുറിച്ച് അന്വേഷിക്കാൻ. അവരുടെ കാര്യത്തിൽ എനിക്കെന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നിയതാ. ഈ സമയം ബെഞ്ചമിൻ പറയണേ, അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിൽ അവരവിടെ നിന്ന് ജീവനോട് പോകാൻ അനുവദിക്കാരുതായിരുന്നു. അതിൻ്റെ മിസ്റ്റേക്കാ. എന്താണെങ്കിലും ഇനി ഒരു പാളിച്ച നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാൻ പാടില്ല. നമ്മൾ കൂടുതൽ സൂക്ഷിച്ച് വേണം മുമ്പോട്ട് പോകാനായിട്ട്. ഇതുവരെ നമ്മുടെ നീക്കത്തിനൊന്നും ഒരു തടസ്സവും വന്നിട്ടില്ല. ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കണം. എത്രയും പെട്ടെന്ന് തന്നെ ഗൗതത്തിനെ എനിക്ക് കണ്ടെത്തിയേ പറ്റൂ. ഞാനീ നേടുന്നതെല്ലാം അവന് വേണ്ടിയിട്ടാണ്. അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാനിതൊക്കെ ചെയ്തിട്ട് എന്താ കാര്യം? സാറ് തളരാതിരിക്കുകയും നമുക്കവനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്താം. ഒന്നുമില്ലെങ്കിലും അവനത്ര കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ. രക്ഷപ്പെടാനുള്ള മാർഗ്ഗങ്ങൾ അവനറിയാം. എന്താണെങ്കിലും ഞാൻ എൻ്റെ ഭാഗത്തുനിന്നൊന്ന് ശ്രമിച്ചു നോക്കാം. അങ്ങനെ ആരെങ്കിലും ഗൗതത്തിനെ കടത്തി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് അവനെ രക്ഷിച്ചെടുക്കാം. സാറിന് എന്തെങ്കിലും ഒരു സൂചന കിട്ടിയാൽ എന്നെ അറിയിച്ചാൽ മതി. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. അന്നേരം ചന്ദ്രശേഖരൻ പറയണേ, എൻ്റെ മോനെ ആരെങ്കിലും എന്തെങ്കിലും വിധത്തിൽ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവനെയൊന്നും ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ഞാൻ ഈ കണിമകലം വെട്ടിപ്പിടിച്ചതുപോലും എൻ്റെ മോന് വേണ്ടിയിട്ടാണ്. അവനെനിക്ക് നഷ്ടപ്പെട്ട പിന്നെ എനിക്ക് മുന്നും ഒന്നും നോക്കാനില്ല. സാറ് ധൈര്യമായിട്ടിരിക്കുക, നമ്മൾ അവനെ കണ്ടെത്തിയിരിക്കും. നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിരിക്കും. അതിന് തടസ്സമായിട്ട് ആര് വന്നാലും നമ്മളവരെ വെട്ടിമാറ്റും സാർ. പിന്നീട് കാണിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന രാധികയുടെ അരികിലേക്ക് വരുന്ന ശ്യാമേനെ ഉണ്ടോ. ഈ സമയം വരണം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അങ്ങനെ ശ്യാമ വന്ന് രാധികയുടെ അരികിൽ നിൽക്കുന്നത് കാണുന്നത് വളരെ ഷോക്കാകണേ. ശ്യാമ മാഡം 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 ഇത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്തു പറ്റി വരുൺ?
ഞാൻ മരിച്ചു പോയെന്ന് കരുതിയെന്ന് മാത്രമല്ല, ഞങ്ങൾ അവിടെ നിന്ന് കിട്ടിയ ആ ബോഡി ചിതയിലെടുത്ത് മേടം ഉടന്ന് കരുതി കത്തിക്കുക പോലും ചെയ്തു. വരുൺ, ഞാൻ എൻ്റെ മോളെ സ്നേഹിക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അവളെ ഞാൻ തിരിച്ചറിഞ്ഞതേ ഉള്ളൂ. അപ്പം തന്നെ അവളുടെ അരികിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞാൽ അതെനിക്ക് പറ്റുന്ന കാര്യമാണോ? ഭഗവാൻ പോലും അതിനെന്നെ സമ്മതിച്ചില്ല. ഇത്രയും നാൾ ഞാൻ കാത്തിരുന്നതും ഭഗവാനോട് അപേക്ഷിച്ചതും അതിനു വേണ്ടിയല്ലല്ലോ. അതുകൊണ്ടാണ് ഭഗവാൻ എനിക്ക് എൻ്റെ ജീവൻ തിരികെ തന്നത്. എന്നെ കടത്തിക്കൊണ്ടുപോയവരുടെ കയ്യിൽ നിന്നും എനിക്ക് രക്ഷപ്പെട്ട് വരാൻ പറ്റിയതും. എനിക്കെൻ്റെ മോളുടെ കൂടെ ജീവിച്ച് കൊതി തീർന്നിട്ടില്ല വരുൺ. എനിക്കിനിയും അവളുടെ കൂടെ കുറേ നാൾ ജീവിക്കണം. ഞാൻ മരിച്ചു എന്നറിഞ്ഞ് എൻ്റെ മോളാകെ തളർന്നു പോയോന്നോ? ഇത്ര നേരം അലറി വിളിച്ച് കരയുമായിരുന്നു. പാവം, ഇപ്പോൾ കരഞ്ഞ് തളർന്നുറങ്ങിയതേ ഉള്ളൂ. ഞാൻ എൻ്റെ മോളെ വിളിക്കാം. അങ്ങനെ പറഞ്ഞ് ശ്യാമ രാധികനെ വിളിക്കുവാണ്. ഈ സമയം ശ്യാമയെ കാണുന്നതും ഞെട്ടിലോടെ വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് രാധിക. അമ്മേ, മോളെ വിട്ട് ഈ അമ്മയ്ക്ക് പോകാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അമ്മ എങ്ങോട്ടും പോകില്ല നിന്നെ വിട്ടും. നിന്നോടൊപ്പം ജീവിക്കാനുള്ള കൊതി കൊണ്ടാ അമ്മ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നത്. അങ്ങനെ അമ്മയുടെ വാക്കുകൾ കേൾക്കുന്നതും രാധിക ശ്യാമിനെ മുറുകെ കെട്ടിപ്പിടിച്ച് കരയുവാണ്. ഈ സമയം രാധികയുടെ അമ്മയെന്നുള്ള വിളി കേട്ട് പുറത്തിരിക്കുന്ന വരുൺ പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുവാണ് കേട്ടോ. അങ്ങനെ വേഗം തന്നെ ഓടി റൂമിലേക്ക് പോകുക. റൂമിൽ ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച, കട്ടിലിൽ തലൂണിനെ മുറുകെ കെട്ടിപ്പിടിച്ച് അമ്മയെന്നും വിളിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുവാണ് കേട്ടോ രാധിക. ഈ സമയം വരുൺ വന്ന് രാധികയെ വിളിച്ചെണീപ്പിക്കണേ. എടോ രാധികെ. അന്നേരം രാധിക പെട്ടെന്ന് ഞെട്ടി എഴുന്നേക്കുക. എന്നിട്ട് ചുറ്റും നോക്കുക. വരുൺ, എൻ്റെ അമ്മയുടെ അമ്മത ഇപ്പം എൻ്റെ അരികിലുണ്ടായിരുന്നു. മരണം കണ്ടതല്ലേ അമ്മയെ? സംസാരിച്ചതല്ലേ അമ്മയോട്? എടോ രാധിക, താൻ എന്തൊക്കെയാണ് പറയുന്നത്? അമ്മ എങ്ങനെ വരാനാ? ഇല്ല വരുൺ, സത്യമാണ്. ഞാൻ ഇപ്പം കണ്ടതേ ഉള്ളൂ. അമ്മക്കൊന്നും പറ്റിയിട്ടില്ല വരുൺ. എടോ രാധിക, അതൊക്കെല്ലാം തന്നെ സ്വപ്നമാണ്. ഇല്ല വരുൺ, ഞാൻ സത്യം പറയുന്നത്. രാധിക, താൻ സമാധാനമായിട്ടിരിക്കുക. ശ്യാമമ്മയുടെ മരണം തനിക്കിതുവരെ ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അതാ താനിങ്ങനെ സ്വപ്നം കാണുന്നത് എന്ന് പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിക്കുകയാണ് വരുൺ. പിന്നീട് കാണിക്കുന്നത് കുട്ടേട്ടൻ ദുർഗ പറഞ്ഞതുപോലെ ആ ഒരു പ്രതികളെ കണ്ടെത്താൻ പലയിടത്തും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നായിരിക്കും വഴിയിലൊരു പ്രശ്നം നടക്കുന്നത് അയാൾ കാണുന്നത്. അങ്ങനെ കുട്ടേട്ടൻ കാറിൽ നിന്ന് ഇറങ്ങി വന്ന് നോക്കുമ്പോൾ ഇവരന്വേഷിക്കുന്ന ആ 3 പ്രതികളുണ്ടല്ലോ, ഏതൊരു ടാക്സി ഡ്രൈവറായിട്ട് വഴക്ക് കൂടുന്നതാണ്. നിനക്കേ ഞങ്ങൾ ആരാണെന്നറിയോ? ഞങ്ങളെ എന്താ ചെയ്യുന്നതെന്നറിയോ? അതൊക്കെ അറിഞ്ഞാലുണ്ടല്ലോ നീയൊന്നുമേ ഞങ്ങളുടെ മുമ്പ് ഇതുപോലെ നേരെ നിൽക്കില്ല എന്നൊക്കെ പറഞ്ഞ് അയാളിട്ട് വിരട്ടുവാണ്. ഈ സമയം കുട്ടേട്ടനാണെങ്കിൽ അവരെ കണ്ട് ഫോണിലുള്ളവരുടെ ഫോട്ടോസ് വെച്ച് ഇത് അവിടെ തന്നെയാണെന്ന് ഉറപ്പിക്കുവാണ് കേട്ടോ. ഉടനെ തന്നെ ബാക്കി കൂട്ടാളികളെ വിവരം അറിയിക്കണേ. അതെ, ആ ശ്യാമമ്മയുടെ കടത്തിക്കൊണ്ടുപോയ ആ 3 ഗുണ്ടകളുണ്ടല്ലോ, അവരിപ്പോൾ എൻ്റെ കൺമുമ്പിലുണ്ട്. ഇവിടെ റോഡിൽ ഒരാളോട് വഴക്കിട്ടുകൊണ്ടിരിക്കണേ. സത്യമാണോ? പിന്നല്ലാതെ, ഞാൻ കൺഫേം ചെയ്തു. അങ്ങനെയാണെങ്കിൽ കുട്ടേട്ടൻ അവരൊരു കാരണവശാലും വിടരുത്. ഫോളോ ചെയ്തോ, ഞങ്ങളും കൂടെ ജോയിൻ ചെയ്തോളാം. ലൊക്കേഷൻ ഇട്ടാൽ മതി. അങ്ങനെ ആ 3 ഗുണ്ടകളും കൂടി വണ്ടി കയറിയതും കുട്ടേട്ടനും അവരുടെ പിന്നാലെ ഫോളോ ചെയ്യുവാണ്. അങ്ങനെ അയാൾ കൊടുത്ത ലൊക്കേഷനിൽ ബാക്കിയുള്ളവരും ജോയിൻ ആകുവാണ്ടോ. ആ ഗുണ്ടകൾ രഹസ്യമായിട്ട് കൂടിയ ആ സ്ഥലം അവർ 4 പേരും ചേർന്ന് കണ്ടെത്തുന്നുണ്ട്. അവരങ്ങനെ അവിടെ ഇരുന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. ഈ സമയം ജെഡിയുടെ ടീംസ് 4 ഭാഗത്തു നിന്നും അവരെ വളയുകയും അവരെ ശരിക്കും നല്ലപോലെ പെരുമാറിയിട്ട് അവരെ തങ്ങളുടെ താവളത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആറ്റുവേശ്വരിയാണ്. അവിടെ രാധികയുടെ അമ്മേനെയും ശ്യാമയൊക്കെ കുറിച്ച് ദേവനാരായണനും യശോദയൊക്കെ ഓരോ കാര്യങ്ങളായിട്ട് ദുർഗയോട് പറയുവാണ് കേട്ടോ. എൻ്റെ മോള് ഒത്തിരി കാത്തിരുന്നായിരുന്നു ശ്യാമമ്മയുടെ കിട്ടിയത്. കുഞ്ഞുനാളിലെ അമ്മയില്ലാത്തതിൻ്റെ വിഷമം കുറേ അനുഭവിച്ചത് എൻ്റെ മോള്. അവൾ ഒത്തിരി സങ്കടങ്ങളിലൂടെ വളർന്നു വന്നതും വരുണിനെ അവൾക്ക് ഭർത്താവായി കിട്ടിയപ്പോൾ ഞങ്ങൾ സന്തോഷിച്ചു. മാത്രമല്ല, പിന്നീടായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാത്ത പോലെ അവളുടെ അമ്മയായ ശ്യാമമ്മയുടെ വരവും. ശ്യാമമ്മയുടെ തിരിച്ചറിഞ്ഞതിന് ശേഷം അവളുടെ അമ്മയും കൂട്ടിയോടെ വന്നിരുന്നു. എന്തിനാണെന്നറിയോ? അവൾ ഏതൊരു സാഹചര്യത്തിലും അവളെ വളർത്തിയ ഞങ്ങൾ 2 പേരെയും തള്ളിക്കളയില്ലെന്ന് പറയാനായിട്ട്. എല്ലാം കൊണ്ടും സന്തോഷത്തിലായിരുന്നു. അപ്പോളാ ശ്യാമമ്മയുടെ ഈ ഒരു വേർപാട് അതിൻ്റെ മോളെ വല്ലാതെ തളർത്തിക്കളഞ്ഞു. അവളുടെ ജീവിതത്തിലെ എല്ലാ സന്തോഷങ്ങളും തീർത്തു കളഞ്ഞതുപോലെയായി. കണ്ടില്ലേ ദുർഗമോളെ അവളുടെ അവസ്ഥ? റൂമിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങുന്നില്ല. ഞങ്ങൾക്ക് ഞങ്ങളുടെ പഴയ രാധിക മോളെ കിട്ടാൻ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ അർദ്ധപട്ടിണിക്കാരാ. പക്ഷേ എൻ്റെ മോളുടെ സന്തോഷം കണ്ടെത്താൻ, അത് തിരികെ കിട്ടാനായിട്ട് ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം. അവളെ പഴയതുപോലെ ആ റൂമിൽ നിന്ന് പുറത്തിറങ്ങി ഒന്ന് ചിരിച്ച് കണ്ടാൽ മാത്രം മതി. അന്നേരം ദുർഗ പറയുന്നുണ്ട്, അച്ഛൻ സമാധാനമായിട്ടിരിക്കുക. രാധിക അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ റൂമിൽ കഥ കടിച്ചിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവളെ ഞാൻ പഴയ രാധികയ്ക്ക് മാറ്റും, അച്ഛൻ കണ്ടോ എന്ന് പറഞ്ഞ ദുർഗ നേരെ രാധികയുടെ റൂമിലേക്ക് ചെല്ലുക. ഈ സമയം അവർ പറയുന്നുണ്ട്, എന്താണെങ്കിലും ദുർഗമോൾ ഇവിടെയുള്ളത് ഒരാശ്വാസമായി. രാധിക മോൾക്ക് അവളൊരാശ്വാസമാകുമല്ലോ. അത് ശരിയാ ദേവേട്ട. ഈ സമയം ദുർഗ നേരെ രാധികയുടെ അരികിലേക്ക് ചെല്ലണേ. രാധികയും, കുഞ്ഞുനാളിൽ ഞാനിവിടെ വന്ന് നിന്നപ്പോൾ നീ ഇവിടെ ഓരോ സ്ഥലങ്ങളും എന്നെ കൊണ്ടു നടന്ന് കാണിച്ചതൊക്കെ ഓർമ്മയുണ്ടോ? ഇവിടുത്തെ ആ ജാമ്പക്കാമരവും പിന്നെ ആ കാവിലെ കുഞ്ഞു ക്ഷേത്രമൊക്കെ, അതൊക്കെ ഇന്നലെ കഴിഞ്ഞതുപോലെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട്. നമുക്ക് ഇന്നും അതുവഴിയൊക്കെ ഒന്ന് പോയാലോ?
ഏയ് ഞാനില്ല ദുർഗെ. ഇപ്പോൾ ആ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാലും എനിക്കൊന്നും തോന്നില്ല. എൻ്റെ കണ്ണിൽ ഒരു നിറവും തോന്നില്ല. രാധികെ, നീ ഇങ്ങനെ എന്നും സങ്കടപ്പെട്ടിരുന്നാൽ മതിയോ? ദേ ഇപ്പം തന്നെ നിൻ്റെ അച്ഛനും അമ്മയും എന്താ പറഞ്ഞതെന്നറിയോ? നീ സന്തോഷത്തോടെ ഒന്ന് ചിരിക്കുന്നതും ഒന്ന് പുറത്തിറങ്ങി കാണുന്നതും ഒക്കെ കണ്ടാൽ മതിയെന്ന്. നീ അവരൊരിക്കലും വിഷമിപ്പിക്കരുതെന്ന് തീരുമാനിച്ചതല്ലേ? ഇപ്പം നിൻ്റെ അച്ഛനും അമ്മയും എത്രത്തോളം വിഷമിക്കുന്നുണ്ടെന്ന് നീ കാണുന്നില്ലേ? ആരുടെ ഈ സങ്കടമൊക്കെ മാറ്റണ്ടേ? അതിനു വേണ്ടിയെങ്കിലും അധികം ദൂരമൊന്നും പോകണ്ട, ഇവിടെ നിന്ന് കുറച്ചങ്ങ് മുമ്പോട്ട് നടക്കാം. വാ രാധികെ എന്നും പറഞ്ഞ് രാധികയും വിളിച്ച് ദുർഗ പതിയെ പുറത്തേക്ക് ഇറങ്ങുവാണ്. അങ്ങനെ പഴയ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം ദുർഗ ചോദിക്കുന്നുണ്ട്, രാധികെ നിനക്ക് ഓർമ്മയുണ്ടോ? നിന്നെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണോ അതോ കേൾക്കുകയാണോ ചെയ്തത്? അന്നേരം രാധിക ചിരിച്ചുകൊണ്ട് പറയണേ, നീ എന്നെ ആദ്യമായിട്ട് കേൾക്കുകയായിരുന്നു, ഞാൻ പാടിയ ആ കൃഷ്ണസ്തുതി. സത്യം പറയാലോ രാധികെ, നിൻ്റെ ആ കൃഷ്ണസ്തുതി ഉണ്ടല്ലോ, അതിപ്പോഴും എൻ്റെ കാതുകളിൽ മുഴുങ്ങി കേൾക്കുന്നുണ്ട്. എന്തൊരു സ്വരം മാധുര്യമായിരുന്നു നിനക്ക്. അത് പിന്നെ അങ്ങനെ അല്ലാതിരിക്കുമോ? ദൈവങ്ങൾ അനുഗ്രഹിച്ച് തന്നതല്ലേ നിനക്ക് ആ ശബ്ദം. നീ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തയല്ലേ? അങ്ങനെയുള്ളപ്പോൾ നിൻ്റെ കണ്ണെന്ന് ഞാൻ ഭഗവാൻ ഒരിക്കലും സമ്മതിക്കില്ലല്ലോ. അത് കേൾക്കുമ്പോൾ രാധിക സങ്കടപ്പെട്ട് നിൽക്കുക. അന്നേരം ദുർഗ ചോദിക്കണേ, നീ എന്തിനിങ്ങനെ വിഷമിക്കുന്നത്? നിന്നെ സങ്കടപ്പെടുത്തുന്ന രീതിയിൽ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. ആ സമയം രാധിക പറയണേ, എന്നേക്കാളും വലിയ കൃഷ്ണഭക്തിയായിരുന്നു എൻ്റെ അമ്മ. ഭഗവാന് മാല കോർക്കാത്തൊരു ദിവസം പോലും എൻ്റെ അമ്മയ്ക്കില്ല. അത്രയധികം പൂർണ്ണമായിട്ട് അർപ്പിച്ച എൻ്റെ അമ്മ ജീവിച്ചത്. എന്നിട്ടും എൻ്റെ അമ്മയുടെ അവസ്ഥ കണ്ടില്ലേ? അവസാനമായിട്ട് എനിക്കൊന്ന് അമ്മയുടെ മുഖം പോലും കാണാൻ പറ്റുമോ? കത്തിക്കരിച്ചു കളഞ്ഞില്ലേ ഭഗവാൻ? അങ്ങനെ പറഞ്ഞ് രാധിക സങ്കടപ്പെടുവാണ്. ഈ സമയം രാധികയെ സമാധാനിപ്പിക്കുവാണ് ദുർഗ. പെട്ടെന്നായിരിക്കും ദുർഗയുടെ ഫോണിലേക്ക് അഖിൽ വിളിക്കുന്നത്. രാധിക ഒരു മിനിറ്റ് എന്നും പറഞ്ഞ് ദുർഗ കുറച്ച് മാറി ഫോൺ അറ്റൻഡ് ചെയ്യുക. ആ പറ. അതെ ദുർഗെ, ശ്യാമമ്മടത്തെ കടത്തിക്കൊണ്ടുപോയ ആ ഗുണ്ടകളെ ഉണ്ടല്ലോ, ഞങ്ങൾ കണ്ടെത്തി. അവർ നമ്മുടെ സംഗീതത്തിൽ കൊണ്ടുവരികയും ചെയ്തു. വെരി ഗുഡ്. അവരോട് ശ്യാമ അമൃതയും എന്തു ചെയ്തെന്ന് ചോദിക്കണം. എങ്ങോട്ടാണ് അവർ തട്ടിക്കൊണ്ടുപോയതെന്ന് ചോദിക്കണം. എന്താണെങ്കിലും അവർ പറയാൻ കൂട്ടാക്കില്ല. അന്നേരം അവർക്ക് നല്ലതുപോലെ കൊടുക്കണം. എന്നിട്ട് അവരവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അവസരം ഒരുക്കി കൊടുക്കണം. നിങ്ങളെ കീഴ്പ്പെടുത്തിയിട്ട് അവരവിടെ നിന്ന് രക്ഷപ്പെടാനായിട്ട് നിങ്ങൾ അനുവദിക്കണം. അല്ല ദുർഗെ, അത് എത്ര കഷ്ടപ്പെട്ടാ ഇവരെ പിടിച്ചെന്നറിയോ? ഇപ്പം ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. ദുർഗെ, എന്നാലൊരു സംശയം, എന്തിനാ ഹുമാനെ രക്ഷപ്പെടാൻ അനുവദിക്കുന്നത്? അതെന്തിനാണെന്നോ? നമ്മളിവരോട് എത്ര ചോദിച്ചാലും ഇവരുടെ പിന്നിലുള്ളത് ആരാണെന്ന് പറയില്ല. പക്ഷേ നമ്മളിവരെ രക്ഷപ്പെടാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ ഇവന്മാർ നേരെ ചെല്ലാൻ പോകുന്നത് ഇവന്മാർക്ക് പിന്നിലുള്ള ആളിലേക്കായിരിക്കും. ഇവരെ ഫോളോ ചെയ്ത് നിങ്ങൾക്കും അവിടെ എത്താം. അതിലൂടെ നമുക്ക് ശ്യാമ മാഡത്തിൻ്റെയും അമൃതയുടെയും തിരോധനത്തിന് പിന്നിലെ സത്യം എന്താണെന്ന് തിരിച്ചറിയാം. സൂക്ഷിച്ചു വേണം. ടീം മെമ്പേഴ്സിന് എല്ലാവർക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഒരു സംശയം തോന്നാൻ പാടില്ല. ഇല്ല ദുർഗെ, അക്കാര്യം ഞങ്ങളേറ്റു. അങ്ങനെ അഖില് ജെഡി പറഞ്ഞ ഈ കാര്യം ബാക്കി കൂട്ടാളികളെയും അറിയിക്കുവാണ് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി പ്ലാൻ ചെയ്ത് നേരെ ആ ഗുണ്ടകളുടെ അരികിലേക്ക് ചെല്ലുക. സത്യം പറയടാ, ശ്യാമി അമൃത എവിടെ? അവർ നിങ്ങൾ എവിടെയാണ് കൊണ്ടുപോയി പാർപ്പിച്ചിരിക്കുന്നത്? അവർക്ക് എന്താ സംഭവിച്ചത്? നിങ്ങൾ എങ്ങനെയാണ് അവരെ കൊന്നത് എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുവാണ്. അവർ മറുപടിയൊന്നും പറയാതാവുമ്പോൾ അവരെ ശരിക്കൂട്ട് പെരുമാറുവാണ് കേട്ടോ. ഈ സമയം പ്ലാൻ ചെയ്തതുപോലെ അവരെ തിരിച്ചു തല്ലാനും രക്ഷപ്പെടാനുള്ള അവസരം ഒരുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇവരെല്ലാവരും തല്ലി ഒതുക്കിയിട്ട് അവർക്ക് രക്ഷപ്പെടാനുള്ള ഗ്യാപ്പ് കൊടുക്കുവാണ്. അങ്ങനെ അവർ മൂന്നുപേരും തങ്ങൾ അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഓടിപ്പോകുവാണ് കേട്ടോ. അങ്ങനെ തങ്ങളുടെ പ്ലാൻ വിജയിച്ച സന്തോഷത്തിൽ അവർ നാലുപേരും നിൽക്കുവാണ്. എന്നിട്ട് ആ ഗുണ്ടകൾക്ക് പിന്നാലെ അവരും വെച്ച് പിടിക്കുവാണ്. അങ്ങനെ അവർ മൂന്നുപേരും കൂടി നേരെ ചെല്ലുന്നത് ബെഞ്ചമിൻ്റെ അരികിലേക്കായിരിക്കും കേട്ടോ. അവരോടി ബെഞ്ചമിൻ്റെ അരികിലേക്ക് ഓടിച്ചെല്ലുവാണ്. ഈ സമയം പിന്നാലെ എത്തിയ ജെറിയുടെ ടീമും അവിടെ എത്തുന്നുണ്ട്. അവരങ്ങനെ ആ ഒരു ഗോഡൗണിൽ തന്നെ ബെഞ്ചമിൻ്റെയും ആ ഗുണ്ടകളുടെയും കണ്ണിപ്പെടാതെ പതിയകത്തേക്ക് കയറി അവിടെ മറഞ്ഞു നിൽക്കുമായിരിക്കും. ഈ സമയം ആ ഗുണ്ടകൾ നടന്ന കാര്യങ്ങളൊക്കെ പറയണേ. സാറേ, ഞങ്ങളെ ഏതൊക്കെ 2-3 പേര് തട്ടിക്കൊണ്ടുപോയി. അവരിത്രയും നേരം ഞങ്ങളെ തടവി വെച്ചിരിക്കുമായിരുന്നു. അവർ ഞങ്ങളോട് ശ്യാമ അമൃതയും എവിടെയാണെന്നും അവർ ഞങ്ങൾ എന്താ ചെയ്തതെന്ന് മാറി മാറി ചോദിച്ചു. ഞങ്ങൾ പറയാൻ കൂട്ടാക്കിയില്ല. ഒരവസരം കിട്ടിയപ്പോൾ അവരെ തല്ലിയൊതുക്കി ഞങ്ങളിങ്ങ് രക്ഷപ്പെട്ടു. കിട്ടിയ അവസരത്തിൽ അവരെ അങ്ങ് തട്ടിക്കൂടായിരുന്നോ? ജീവനോടെ ഒന്നിനെ ബാക്കി വെക്കരുതായിരുന്നു. സോറി സാറേ, അവർ നല്ല ശക്തരായിരുന്നു. കൂടുതൽ നേരം അവിടെ നിന്നാ പിന്നെ സാറിലേക്കും അവരെത്തിയാലോ എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ വേഗം രക്ഷപ്പെട്ടു വന്നത്. എന്താണെങ്കിലും നിങ്ങളവരെ കണ്ടെത്തിയ സ്ഥിതിക്ക് അവരെന്താണെങ്കിലും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും. നമുക്കെന്താണെങ്കിലും അധികം നേരം ഇവിടെ നിൽക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ അവരെയും കൂട്ടി ഇവിടുന്ന് ഷിഫ്റ്റ് ചെയ്യണം. നിങ്ങൾ പോയി അവരെ കൂട്ടിക്കൊണ്ടുപോകാം. ഈ സമയം അവർ അകത്ത റൂമിൽ നിന്നും ശ്യാമേനെ അമൃതയും കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട് കേട്ടോ. അന്നേരം ബെഞ്ചമിനും ആൾക്കാരും കൂടി ശ്യാമയുടെ അമൃതയുടെ മുഖമൊക്കെ മറിച്ച് അവിടെ നിന്നും കൊണ്ടുപോകുവാണ്. ഇതെല്ലാം ദുർഗയുടെ ആൾക്കാർ കാണുന്നുണ്ടാവും. അങ്ങനെ അവർ ഉടൻ തന്നെ ഈ വിവരം ദുർഗേനെ ഫോണിൽ വിളിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ശ്യാമ മരിച്ചിട്ടില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ ദുർഗയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. പിന്നീട് നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ കാണിക്കുന്നത് ദുർഗയും ടീമും കൂടി ബെഞ്ചമിൻ ശ്യാമയും കൂട്ടി എത്തിയ പുതിയതായിട്ടെത്തിയ ആ സ്ഥലം ഉണ്ടല്ലോ, അവിടേക്ക് എത്തുവാണ്.
അങ്ങനെ അവരുടെ ആ ഒരു ഗോഡൗൺ ഫുള്ള് ദുർഗയും ടീമും കൂടി കവർ ചെയ്യുന്നുണ്ട്. പിന്നീട് നടക്കുന്നത് ബെഞ്ചമിനും ദുർഗയുമായിട്ടുള്ള ഒരു വലിയ ഫൈറ്റ് തന്നെയാണ് കേട്ടോ. ഇതേ സമയം വരുണും അവിടെ എത്തുന്നുണ്ടാകും. വരുണും ബെഞ്ചമിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നാളത്തെ എപ്പിസോഡിൻ്റെ പ്രൊമോയിൽ ഈ ഒരു ഫൈറ്റൊക്കെയാണ് കാണിക്കുന്നത്. മിക്കവാറും നാളത്തെ എപ്പിസോഡിൽ തന്നെ ശ്യാമയെ അമൃതേനെയും അവിടെ നിന്ന് രക്ഷിച്ച് രാധികയുടെ അരികിലേക്ക് കൊണ്ടുപോകുമായിരിക്കും. അപ്പോൾ നമുക്ക് അതെല്ലാം കാണാനായിട്ട് നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം. ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക്